him. Please speak on the subject. Yes, sir. ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. Definitely, sir. Thank you for your opportunity, sir. Wow, good English, sir. താങ്ക് യു ഫോർ യുവർ ഓപ്പർച്യൂണിറ്റി. തുടങ്ങി ദുരന്തം. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും എനിക്ക് വഴങ്ങില്ല. Sir, while we are discussing the registration of deaths, I have been in Singapore for a long time. കൊച്ചു കള്ളൻ എഴുതി വായിക്കാനൊക്കെ പഠിച്ച് അല്ലേ? Yes, from this minute, this second, only English, no Malayalam. മരണ രജിസ്ട്രേഷനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ബാക്കി എന്റെ വിചാരം അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. I cannot help but remember. ഇയാളത് ഏത് ഭാഷയെ പറയുന്നത്? ഐ കാനോട്ട് ഹെൽപ്പ് ബട്ട് റിമെമ്പറോ? അതെന്ത് തേങ്ങയായിക്കാ ഇപ്പൊ പറഞ്ഞത്? More than 20 students who lost their lives following. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അങ്ങനെ വാ. വിദ്വാൻ സംസാരിക്കേണ്ട വിഷയം വിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ചാടിയിരിക്കുന്നു. ഇത് നമ്പരാണ് നമുക്കിട്ട് വെച്ച പാര. ഇന്ത്യയിലെ മരണങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ കുറച്ച് ചീപ്പാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ കാര്യം അതിനിടയിലേക്ക് വലിച്ചിടാനുള്ള സ്മാർട്ട് ശ്രമം. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല മണ്ടാരെ. പക്ഷെ തോന്നുന്നത് പോലെ സംസാരിക്കാൻ അത് നിങ്ങളുടെ വീടിന്റെ ഉമ്മറോ അല്ല, പാർട്ടി സമ്മേളനവും അല്ലിക്ക, പാർലമെന്റാ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. The repeated examination. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ഓക്കെ Sir, I am sir. Speak on the bill. Yes, sir. Speak on the bill. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. Not speak on the subject. Mane Santosh Kumar. ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഉള്ള അവസരവും കഴിഞ്ഞു. എന്നും കുന്നും ഇതൊക്കെ തന്നെ. എന്തിന് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടോ എന്തോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?